ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻസൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. എന്താണ് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത്, എങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളുകൾ തമ്മിലുള്ള സ്നേഹം, ബഹുമാനം, അതുപോലെ തന്നെ കെയർ, ഇതെല്ലാമാണ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് തമ്മിലുള്ള ബന്ധമല്ല യഥാർത്ഥത്തിൽ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് മാത്രമല്ല റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സഹോദരന്മാർ തമ്മിലുള്ള ബോണ്ട്, മാതാപിതാക്കൾ തമ്മിലുള്ള ബോണ്ട്, അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ബോണ്ട്, ഇതെല്ലാം ഒരു റിലേഷൻഷിപ്പാണ്. ഇതൊക്കെയാണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്നാമത്തെ കാര്യമാണ് ട്രസ്റ്റ്. വിശ്വാസമില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരിക്കലും നല്ലതുപോലെ മുന്നോട്ട് പോകില്ല. മസ്റ്റ് ആയിട്ടും ആ റിലേഷൻഷിപ്പിൽ വിശ്വാസം വേണം. വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കേണ്ടത് ആ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ്. ആ ഒരു വിശ്വാസം പോകാതെ നോക്കേണ്ടത്. രണ്ടാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആയിട്ട് വേണം. ഒരു കാര്യം നിങ്ങൾ ഇപ്പം മനസ്സിൽ വെച്ചിരിക്കാതെ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. തുറന്ന് സംസാരിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. മൂന്നാമത്തെ കാര്യമാണ് റെസ്പെക്റ്റ്. നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ പുറത്തു പോകുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ പാർട്ട്ണറിനെയോ അല്ലെങ്കിൽ നിങ്ങളെ സഹോദരന്മാരെയോ അല്ലെങ്കിൽ നിങ്ങളെ മാതാപിതാക്കളെയോ ഒരിക്കലും നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കാതെ അവരെ ആൾക്കാരെ മുമ്പിൽ ഒരിക്കലും നിങ്ങൾ അവരോട് നിങ്ങൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത്. നിങ്ങൾ എപ്പോഴും ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. എന്ത് കാര്യമാണെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യമാണ് ലവ് ആൻഡ് കെയർ. നിങ്ങൾ എപ്പോഴും സ്നേഹവും കരുതലും കൊടുത്തു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അഞ്ചാമത്തെ കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ്. എന്താണെങ്കിലും ആ റിലേഷൻഷിപ്പിൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. മനസ്സിലാക്കലില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. എന്ത് കാര്യങ്ങളും പറഞ്ഞു തീർത്തത് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് മസ്റ്റ് ആയിട്ടും ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക? ഒന്നും അറിയാതെ തീരുമാനിക്കരുത്, കേൾക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കേട്ട് അവരോട് സംസാരിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്നേഹം കൂട്ടാൻ, നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ സ്നേഹം ഒരുപാട് നിങ്ങൾക്ക് മരണം വരെ നിങ്ങൾക്ക് സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റക്കെടുക്കരുതേ. രണ്ടുപേരും പരസ്പരം മനസ്സറിഞ്ഞിട്ട് അത് തീരുമാനം എടുക്കുക. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സ്നേഹം വർദ്ധിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യമാണ് എല്ലാം മനസ്സിൽ വെച്ച് നടക്കരുതേ. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അത് മനസ്സിൽ വെക്കാതെ പുറത്ത് സംസാരിക്കുക. മനസ്സിൽ വെക്കാതെ അത് തുറന്ന് സംസാരിക്കുക. തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നല്ലതുപോലെ നല്ല എൻജോയ്മെന്റ് കണ്ടെത്താനും നല്ല മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ള എല്ലാ ആൾക്കുള്ള ഒരു പ്രശ്നമാണ് ഈഗോ. നിങ്ങൾ ആദ്യം ഓർക്കേണ്ട കാര്യമാണ് റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഈഗോ വരാതെ ശ്രദ്ധിക്കുക. ആ റിലേഷൻഷിപ്പിൽ ഈഗോ ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്ത് കാര്യം സംസാരിക്കുമ്പോഴും എല്ലാത്തിനും ഈഗോ ആയിരിക്കും. ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ചെറിയൊരു വഴക്കുണ്ടായിട്ടുണ്ടാവും. അപ്പൊ അവര് വിചാരിക്കും അവൻ വിളിക്കട്ടെ അല്ലെങ്കിൽ അവര് വിളിക്കട്ടെ, അങ്ങനെയുള്ള ഒരു മൈൻഡായിരിക്കും നമുക്കുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഈഗോ കുറക്കുക. ഈഗോ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നുള്ളൊരു കാര്യമാണ് ടൈം കൊടുക്കുക. അതായത് നിങ്ങളിപ്പോ ബിസി ആണെങ്കിലും സമയം ഡെഡിക്കേറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ബിസി ആയിരിക്കും, ചിലപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ ബിസി ആയിരിക്കും. പക്ഷേ നിങ്ങൾ ബിസി ആണെങ്കിലും അത് അവരോട് നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങളൊന്നും പറയാതെ അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അവൻ എന്തുകൊണ്ടാണ് വിളിക്കാത്ത അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് എന്നെ അടുത്ത് വിളിക്കാത്ത സംസാരിക്കാത്ത എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അവരിങ്ങനെ വെറുതെ ഓവർ തിങ്കിങ് ആവും. അവനക്ക് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കാം അവൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന്. പക്ഷെ നിങ്ങൾ ടൈം കൊടുക്കുക. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് നിങ്ങൾ ടൈം കൊടുക്കുക. സംസാരിക്കാനാണെങ്കിലും ടൈം കൊടുക്കുക. പെട്ടെന്ന് പറയുന്നുള്ളൊരു ചിന്താഗതി ഒഴിവാക്കിയിട്ട് എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങളൊരു ടൈം അവർക്ക് കൊടുക്കുക. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് എല്ലാവർക്കും ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവും, ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. റിലേഷൻഷിപ്പിൽ ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ട്രസ്റ്റ് ഇല്ലെങ്കിൽ, ഇപ്പോൾ വിശ്വാസം
കുറഞ്ഞു പോയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ട് വരാനേ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. അതൊരിക്കലും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല. വിശ്വാസമില്ലെങ്കിൽ അവിടെ ആ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും സംശയങ്ങളായിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ റിലേഷൻഷിപ്പിലുള്ള ആ ട്രസ്റ്റ്, അതായത് ഇപ്പൊ ആ വിശ്വാസക്കുറവ് നിങ്ങൾ ആദ്യം മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പൂവ് പോലെ ആയിരിക്കണം. ആ ഒരു പൂവിന് വെള്ളം നനച്ചിട്ടില്ലെങ്കിൽ അത് വാടും. വെള്ളം മീൻസ് ഉദ്ദേശിച്ചത് സ്നേഹവും കെയറും കൊടുത്തിട്ടില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വാടിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് വാടിപ്പോകാതെ പൂവ് പോലെ, അതായത് നല്ല തെളിമയുള്ള പൂവ് പോലെ നിങ്ങൾ തന്നെ അത് കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കുക. അതായത് സ്നേഹം കെയറും മസ്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ എപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ല മനസ്സമാധാനത്തോടെയും നിങ്ങൾക്ക് നല്ല സന്തോഷം, ഹാപ്പി മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ നിനക്ക് സുരക്ഷിതമായൊരു ഫീൽ അവർക്ക് നിങ്ങൾ നൽകണം. അവർ കരുതണം, ഞാൻ ഇവിടെ സുരക്ഷിതമാണ്, അതോടെ എനിക്ക് ഇനി യാതൊരു പേടിയും പഠിക്കണ്ട. അത് അവർക്ക് തോന്നണം. അത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു റിലേഷൻഷിപ്പിൽ ക്ഷമ എന്തായാലും വേണം. ആ റിലേഷൻഷിപ്പ് നല്ലതുപോലെ ഇപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, സഹോദരന്മാരായിക്കോട്ടെ, എന്താണെങ്കിലും ആ റിലേഷൻഷിപ്പിൽ ക്ഷമ മസ്റ്റായിട്ടും വേണ്ട കാര്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ് റിലേഷൻഷിപ്പ് എന്നത് ശരിക്കും എന്താണ്, എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ലതുപോലെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ പ്രശ്നങ്ങൾ എടുത്തു കളഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലുള്ള എങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.